എല്ലാ കൂട്ടുകാർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ട്യൂലിപ്പ് ഫ്ലവർ കാർഡാണ്. ഇത് നമുക്കൊരു മദേഴ്സ് ഡേ കാർഡായിട്ടോ ബർത്ത്ഡേ കാർഡായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇതിന് നമുക്കൊരു 7.5 സെൻറ്റിമീറ്റർ സ്ക്വയർ പേപ്പറാണ് വേണ്ടത്. ഡെമോൺസ്ട്രേഷനായിട്ട് ഞാൻ കുറച്ച് വലിയ പേപ്പറിൽ അത് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ പേപ്പർ എടുത്തിട്ട് ഫോൾഡ് ചെയ്യുക, ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. ലെഫ്റ്റും റൈറ്റും എഡ്ജസ് നമ്മൾ ആ മിഡിൽ ലൈനിലേക്ക് ട്രയാങ്കിളായിട്ട് മടക്കാം. എന്നിട്ട് ബാക്കി താഴെയുള്ള ഭാഗം നമ്മളൊരു സിസർ വെച്ചിട്ട് ഒരു 3/4 പാർട്ട് നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത രണ്ട് ഫ്ലാപ്പും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വീണ്ടും ട്രയാങ്കിൾസ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. ആ ഓരോ ഫ്ലാപ്പും വീണ്ടും നമ്മൾ അത് അൺഫോൾഡ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ടോപ്പിലും ബോട്ടമിലും വീണ്ടും നമ്മൾ ട്രയാങ്കിൾ ഫോൾഡ് ചെയ്യാം. ബോട്ടമിലുള്ള ഈ രണ്ട് ഫ്ലാപ്പും നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ടോപ്പിൽ നമുക്ക് 3 കോർണേഴ്സാണ് കിട്ടുന്നത്. ആ 3 കോർണേഴ്സ് ഒരു ഈക്വൽ, അതായത് ഈ രണ്ട് ലെഫ്റ്റിലെ റൈറ്റിലെയും കോർണർ ആ നടുക്കത്തെ കോർണറുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം. അപ്പോൾ ഏകദേശം നമുക്കൊരു ഫ്ലവർ ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ഈ ഫുൾ മോഡൽ തിരിച്ചിട്ട് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള എഡ്ജസ് വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്യുക. അത് താഴത്തെ ആ ലൈനുമായിട്ട് പാരലായിരിക്കണം. അങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ട്യൂലിപ്പ് ഏകദേശം റെഡിയാവും. ഇപ്പം നമ്മുടെ ട്യൂലിപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ആ കോർണർ, ആ ഷാർപ്പായിട്ടിരിക്കുന്ന കോർണേഴ്സും കൂടെ നമ്മളൊന്ന് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കും. അപ്പോഴാണ് നമ്മുടെ ട്യൂലിപ്പ് കംപ്ലീറ്റ് ആവുന്നത്. ഇത് ഞാൻ വലിയൊരു ഫ്ലവറായിട്ട് ഉണ്ടാക്കി കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഈ ചെറിയ ഫ്ലവേഴ്സ് ഒരു 5 എണ്ണം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെ എളുപ്പമാണ്. കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ കുറച്ച് കട്ടിയായിട്ടുള്ള, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കാർഡ് സ്റ്റോക്കാണ്. കട്ടിയുള്ള പേപ്പർ എടുത്തു, അത് രണ്ടായിട്ട് മടക്കി. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ബേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൊക്കെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ബൊക്കയുടെ താഴെയുള്ള ഒരു പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക. അതിൻ്റെ ലെഫ്റ്റും റൈറ്റും എഡ്ജസ് നമ്മൾ കുറച്ച് ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്യുക. നമുക്ക് ആ ബൊക്കയുടെ താഴ്ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഒരു കോൺ പോലത്തെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മുകളിലത്തെ പാർട്ട് നമ്മുടെ ആവശ്യാനുസരണം കട്ട് ചെയ്ത് മാറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ആ ബൊക്കയുടെ കറക്റ്റ് താഴെ വെക്കാനുള്ള കോൺ ഷേപ്പിലുള്ള പാർട്ട് നമുക്ക് റെഡിയായി. അത് നമ്മൾ കാർഡിൻ്റെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്യുകയാണ്. കുറച്ചും കൂടെ ഒരു ലൈറ്റ് ഗ്രീൻ, ഇത് ഭയങ്കര ലൈറ്റ് ഗ്രീൻ ആയിപ്പോയി. കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഷെയ്ഡുള്ള ഒരു ഗ്രീൻ കളർ എടുക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ കളർ പേപ്പർ വേണം. ഇതിൽ നിന്ന് നമ്മൾ നീളത്തിലുള്ള 3 സ്ട്രൈപ്സ് ആയിട്ട് കട്ട് ചെയ്യും. അത് നമുക്ക് ആ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റെം പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒരു ഭംഗിയായിട്ട് 3 ഡയറക്ഷനിലേക്ക് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യുകയാണ്. സ്റ്റെമ്മ് നമ്മൾ ഒട്ടിച്ചു. ഇനി നമ്മളൊരു പേപ്പർ എടുത്തിട്ട് ഞാനത് 4ആയിട്ട് ഫോൾഡ് ചെയ്തു. കാരണം നമുക്കതിൽ നിന്ന്
മാക്സിമം ലീഫ് ഒറ്റ ടൈമിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള അധികം വീതിയില്ലാത്ത ടൈപ്പ് ലീഫാണ് ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കാർഡിൻ്റെ ഫ്രണ്ട് പോർഷനെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ബോ കൂടി ആ ബൊക്കയുടെ താഴ്ഭാഗത്ത് കൊടുക്കാം. അതിനുവേണ്ടി ചെറിയൊരു യെല്ലോ കളർ പേപ്പറാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്തു. നമ്മുടെ പേപ്പർ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഞാൻ ചെറിയൊരു യെല്ലോ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ കുറച്ചൊരു ഓവൽ ഷേപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ അത് കട്ട് ചെയ്ത് പോവാതെ നോക്കുകയും വേണം. അവിടെ അത് ജോയിൻ്റ് ആയിട്ടിരിക്കണം. ഇത് കണ്ടില്ലേ, ഒരു ഐ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഈ രണ്ട് പാർട്ടും നമ്മൾ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്യും. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് സെൻറ്ററിൽ നമുക്കൊരു ബ്ലാക്ക് കളർ സ്റ്റോണോ വല്ലതും കൊടുത്ത് നമുക്ക് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലാണെങ്കിലും നമുക്ക് പല തരത്തിലുള്ള ഡെക്കറേഷൻസ് ചെയ്യാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് വിടുവാണ്. നമുക്ക് ഈ അകത്ത് ഒട്ടിച്ചിരിക്കുന്ന പേപ്പറിൽ നമ്മുടെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുകയോ അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒട്ടിക്കുകയോ ചെയ്യാം. അങ്ങനെ നമ്മുടെ ട്യൂലിപ്പ് കാർഡ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ടേക്ക് കെയർ, ബൈ.